Hi all, welcome to the online session of manufacturing process. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ഫസ്റ്റ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ വെൽഡിങ്, സോൾഡറിങ് ആൻഡ് ബ്രേസിങ് എന്ന് വെൽഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് വെൽഡിങ്? പെർമനൻ്റ് ജോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെൽഡിങ് ഉപയോഗിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള മെറ്റൽ അല്ലെങ്കിൽ ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് അലോയ്സ് ഹീറ്റ് ചെയ്ത് ഒരു സ്യൂട്ടബിൾ ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം അതിലേക്ക് ഒന്നുകിൽ പ്രഷർ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യാതെ നമ്മൾ ചില സമയത്ത് ഫില്ലർ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്ത് അതിന് ജോയിൻ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയാം. ഡെഫിനിഷൻ വായിച്ചു നോക്കുക. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. അതിന് മുന്നേ വെൽഡ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെൽഡഡ് ജോയിൻസിന് അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് വെൽഡ്മെൻറ്റ് എന്ന് പറയുക. വെൽഡ് ചെയ്ത് കിട്ടുന്ന വെൽഡഡ് ജോയിൻസ്. അപ്ലിക്കേഷൻസ്: സ്ട്രക്ചറൽ വർക്ക് ഇൻ ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിംഗ്, മാനുഫാക്ചറിങ് ഓഫ് ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി, ഓയിൽ ഇൻഡസ്ട്രി, റിപ്പയറിംഗ് ഓഫ് മൈൽഡ് സ്റ്റീൽ, കാസ്റ്റ് അയൺ ആൻഡ് അതർ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. ഇനി ക്ലാസിഫിക്കേഷൻ. വെൽഡിങ്ങിൻ്റെ മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രഷർ വെൽഡിങ്ങും നോൺ പ്രഷർ വെൽഡിങ്ങും. പ്രഷർ വെൽഡിങ്ങിൻ്റെ മറ്റൊരു പേര് പ്ലാസ്റ്റിക് വെൽഡിങ്. നോൺ പ്രഷർ വെൽഡിങ്ങിൻ്റെ മറ്റൊരു പേര് ഫ്യൂഷൻ വെൽഡിങ്. പ്രഷർ വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെറ്റലിനെ ഹീറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് വരെ എത്തിക്കുള്ളൂ. അതിനുശേഷം നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാണ് പ്ലാസ്റ്റിക് സ്റ്റേറ്റ് വരെ. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വെൽഡിംഗ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അതുപോലെ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രഷർ വെൽഡിംഗ് എന്ന പേര് വന്നിട്ടുള്ളത്. ഈ കേസിൽ ഫില്ലർ മെറ്റൽസ് അഡീഷൻ ചെയ്യുന്നില്ല. ഇതിന് എക്സാമ്പിളാണ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്. ഇനി നോൺ പ്രഷർ വെൽഡിംഗ് നോക്കാം. നോൺ പ്രഷർ വെൽഡിങ്ങിൽ നമ്മൾ മെറ്റലിനെ മോൾട്ടൺ സ്റ്റേറ്റ് വരെ ഉരുകി അത് ഫ്യൂഷൻ സ്റ്റേറ്റ് ആവുന്നത് വരെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നോൺ പ്രഷർ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഫ്യൂഷൻ വെൽഡിംഗ് അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ എത്തിയതുകൊണ്ടാണ് ഇതിനെ ഫ്യൂഷൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് ഗ്യാസ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, ബ്രേസ് വെൽഡിംഗ്. ഇനി ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷനാണിത്. വെൽഡിംഗ് പ്രോസസ്സിലെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ. അതിൽ 5 ടൈപ്പ് വെൽഡിംഗ് പ്രോസസ്സുകളുണ്ട്. ഗ്യാസ് വെൽഡിംഗ്, റെസിസ്റ്റൻറ്റ് വെൽഡിംഗ്, ആർക്ക് വെൽഡിംഗ്, ന്യൂവർ വെൽഡിംഗ്, സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ്. എല്ലാത്തിൻ്റെയും പേരൊന്ന് ഓർത്തിരിക്കുക, ഏതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്നത് എന്നുള്ളത്. മിക്ക കേസും നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആ പേരൊന്ന് ഓർത്തിരിക്കുക. ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ വെൽഡിംഗ്, നോൺ പ്രഷർ വെൽഡിംഗ് എഴുതണം. അതോടൊപ്പം മാർക്ക് കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ എഴുതാം. ഇനി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെൽഡിംഗ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു സിമിലർ ആയിട്ടുള്ള ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്യാം. അതുപോലെ ഒരു നല്ല ഗുഡ് വെൽഡഡ് ജോയിൻറ്റ് പാരന്റ് മെറ്റലിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. പിന്നെ കൺസിഡറബിൾ ഫ്രീഡം ഇൻ ഡിസൈൻ ആണ്. നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ പറയുന്നത് സേവിങ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ചില കേസിൽ ഇപ്പോൾ ഒരു മെറ്റീരിയൽ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ എവിടെയാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും എല്ലാം ലാഭമാണ്. ലോ മാനുഫാക്ചറിങ് കോസ്റ്റ്. പിന്നെ എക്യുപ്മെൻറ്റ് ചീപ്പാണ്, അതുപോലെ പോർട്ടബിളാണ്. നമുക്ക് എവിടേക്കും ഒരു വെൽഡിംഗ് മെഷീന് എടുത്തുകൊണ്ട് പോവാം. ഡിസഡ്വാൻറ്റേജസ് ആയി പറയുന്നത് നല്ല ഹീറ്റ് കൊടുത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് മെറ്റലർജിക്കൽ ചേഞ്ചസ് സംഭവിക്കാം. അതുകൊണ്ട് സ്ട്രെസ് റിലീഫ് ഈ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് വേണ്ടി വന്നേക്കാം. അതുപോലെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ റെസിഡ്യൂവൽ സ്ട്രെസ്സ് കാരണം ചില സമയത്ത് വർക്ക് പീസിന് ഡിസ്റ്റോർഷൻ വരെ സംഭവിക്കാം. പിന്നെ ഹാംഫുള്ളായിട്ടുള്ള റേഡിയേഷൻസ്, ഹൈ ഇൻറ്റൻസീവ് ലൈറ്റാണ് വെൽഡിങ് സമയത്ത് ഉണ്ടാകുന്നത്. അതുപോലെ ഫ്യൂംസ്, സ്പാറ്റേഴ്സ്, ഇതെല്ലാം നമ്മളെ കണ്ണിനും എല്ലാത്തിനും
ദോഷകരമായി ബാധിക്കും. ഇനി ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ആർക്ക് വെൽഡിംഗ് എന്നുള്ള പേര് തന്നെ വന്നിട്ടുള്ളത് ഒരു ആർക്കാണ് ഫോം ചെയ്യുന്നത്. വർക്ക് പീസിൻ്റെയും ഇലക്ട്രോഡിൻ്റെയും ഇടയിൽ ഒരു ആർക്ക് ഫോം ചെയ്തിട്ടാണ് വെൽഡിംഗ് നടക്കുന്നത്. അതിന് AC അല്ലെങ്കിൽ DC സോഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒരു സ്യൂട്ടബിൾ ഗ്യാപ്പ് വേണം. ഏകദേശം ഒരു 2 മുതൽ 3 mm വരെയുള്ള മില്ലിമീറ്റർ വരെയുള്ള ഒരു ചെറിയ ഗ്യാപ്പ് എപ്പോഴും ഇലക്ട്രോഡും വർക്ക് പീസും തമ്മിൽ വേണം. അതിനിടയിലാണ് ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ കറൻറ്റ് പാസ് ത്രൂ ദ സർക്യൂട്ട് നല്ല കറണ്ട് പാസ് ചെയ്യുന്നു. ആ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ 3000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4000 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ആ സമയത്താണത് മോൾട്ടൻ മെറ്റലായിട്ട് അവിടെ ഒരു മോൾട്ടൻ പൂള് ഫോം ചെയ്യും. അത് പിന്നെ സോളിഡിഫൈ ചെയ്ത് ആണ് നമുക്ക് വെൽഡിംഗ് ജോയിൻറ്റ് കിട്ടുന്നത്. ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ഫിഗറാണ്. ഈ ഫിഗറാണ് നിങ്ങൾ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് ചോദിച്ചാൽ വരച്ചെടുക്കേണ്ട പ്രോസസ്സ്. ഒരു കവേർഡ് ഇലക്ട്രോഡ് ഉണ്ട്. ആ ഇലക്ട്രോഡിനെ ഒരു കോട്ടിങ് ഫ്ലക്സ് വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പവർ സോഴ്സിൽ നിന്ന് 2 ടെർമിനൽ ഉണ്ടാവും. പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. അതിലൊരു ടെർമിനൽ വർക്ക് പീസിലേക്കും ഒരു ടെർമിനൽ ഇലക്ട്രോഡിലേക്കുമാണ് കണക്ട് ചെയ്യുക. പിന്നെ ഒരു ഗ്യാസ് ഷീൽഡ്. അത് ഈ ഫ്ലക്സ് ചൂടായിട്ട് അവിടെ ഒരു ഷീൽഡ് ഫോം ചെയ്യും. ആ ഷീൽഡ് അറ്റ്മോസ്ഫിയറിന് കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഓക്സിഡേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഗ്യാസ് ഷീൽഡ് ആർക്കിന് ചുറ്റും ഫോം ചെയ്യും. പിന്നെ സ്ലാഗ് ഉണ്ടാവും വെൽഡ് ചെയ്ത സ്ഥലത്ത്. ആ സ്ലാഗിനെ നമ്മൾ ലാസ്റ്റ് ചിപ്പ് ചെയ്ത് കളയും. ഇതാണ് നിങ്ങൾ എക്സാമിന് വരയ്ക്കേണ്ട ആർക്ക് വെൽഡിങ് പ്രോസസ്സ് ചോദിച്ചാൽ വരയ്ക്കേണ്ട ഫിഗർ ഇതാണ്. അതിൻ്റെ ഒരു കളേർഡ് പിക്ചർ അത്രയേ ഉള്ളൂ. സെയിം പിക്ചറാണ്. ഇതിൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് വെൽഡിങ്ങിൻ്റെ. മെറ്റൽ ആർക്ക് വെൽഡിങ്. ആർക്ക് വെൽഡിങ്ങിൽ കോമൺ ആയിട്ട് വരുന്ന വെൽഡിംഗ് ആണ് മെറ്റൽ ആർക്ക് വെൽഡിങ്. നമ്മൾ ആർക്ക് വെൽഡിങ് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നു. ആ ഇലക്ട്രോഡ് ചില സമയങ്ങളിൽ ബെയർ ഇലക്ട്രോഡ് അല്ലെങ്കിൽ അൺകോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിക്കും. ചില സമയങ്ങളിൽ നമ്മൾ കോട്ടഡ് ഇലക്ട്രോഡ്, അതാ ഫ്ലക്സ് കൊണ്ട് കോട്ട് ചെയ്ത ഇലക്ട്രോഡ് ഉപയോഗിക്കും. എന്തിനാണ് ഈ കോട്ടിങ് കൊടുക്കുന്നത്? കോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിച്ചിട്ട് ഫ്ലക്സ് ഓവർ ദ ഇലക്ട്രോഡ് പ്രൊഡ്യൂസസ് എ ഗ്യാസ് വിച്ച് പ്രൊവൈഡ്സ് എ ഷീൽഡ് അറൗണ്ട് ദ ആർക്ക് വിച്ച് പ്രൊട്ടക്ട് ദ മോൾട്ടൺ വെൽഡ് പൂൾ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവിടെ ഓക്സിഡേഷനും മറ്റ് ഡിഫക്റ്റുകളൊന്നും ഇല്ലാതെ സംരക്ഷിക്കുന്നത് ആ ഷീൽഡാണ്. അതിന് ചുറ്റും ഫോം ചെയ്യുന്ന ഷീൽഡാണ്. അപ്പോൾ അങ്ങനത്തെ മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനെയാണ് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് ആണ്. ഫ്ലക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ഉപയോഗിച്ച് ആർക്ക് വെൽഡിങ്ങിനെ നമ്മൾ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് SMAW എന്ന് പറയും. ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ് ഓഫ് മെറ്റൽ ആർക്ക് വെൽഡിങ്. മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു സപ്ലൈ ഉണ്ട്. അതിന്ന് ഒരു വെൽഡിങ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ സ്വിച്ച് കറണ്ട് ഇതെല്ലാം ഉണ്ട്. അതിന് ഇൻപുട്ട് വോൾട്ടേജ് ഇൻപുട്ട് കറണ്ട് എല്ലാം അവിടെ കാണിക്കുന്ന റീഡിങ്ങുകളെല്ലാം ഉണ്ട്. വെൽഡിങ് കറണ്ടിന് ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. കറണ്ട് റെഗുലേറ്റർ ഉണ്ട്. വെൽഡിങ് മെഷീനാണ് അത് കാണിച്ചേക്കുന്നത്. ആ വെൽഡിങ് മെഷീനിൽ നിന്ന് ഒരു ടെർമിനൽ ഇലക്ട്രോഡിലേക്കും പോയിട്ടുണ്ട്, ഇലക്ട്രോഡ് ഹോൾഡറിലേക്കും പോയിട്ടുണ്ട്. ഒരു ടെർമിനൽ വർക്ക് പീസിൻ്റെ ഇതിലേക്കും പോയിട്ടുണ്ട്. രണ്ടും എർത്ത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്, മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ബേസിക് സെറ്റപ്പ്. ആർക്ക് വെൽഡിങ്ങിൻ്റെ ഒരു വർക്കിംഗ് വേണമെങ്കിൽ നോക്കാം. ഇതാണ് ഇലക്ട്രോഡും വർക്ക് പീസും തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. അവിടെയാണ് ആർക്ക് ഫോം ചെയ്തതാണ് ആ വെൽഡിങ് മെഷീൻ്റെ എക്യുപ്മെൻറ്റ്. ഇലക്ട്രോഡ് ഹോൾഡർ എല്ലാം കാണുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആ ഫിഗർ ഒന്നും കൂടെ എൻലാർജ് ചെയ്തിട്ട് നമ്മൾ അതിൽ വരുന്ന എക്യുപ്മെൻറ്റ്സുകളാണ് ഒന്നും കൂടെ. ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ട്, ഇലക്ട്രോഡ് കേബിൾ ഉണ്ട്, അതുപോലെ വെൽഡിങ് മെഷീനിലെ AC ഓർ DC പവർ സോഴ്സ് ഉണ്ട്. അതൊന്നും ഒരു കേബിൾ വന്നിട്ടുള്ളത് വർക്ക് പീസിൻ്റെ ടേബിളിലേക്കാണ്. മറ്റൊരു കേബിൾ പോയിട്ടുള്ളത് ഇലക്ട്രോഡ് ഹോൾഡറിലേക്കാണ്. ഇലക്ട്രോഡ് ഹോൾഡറിലെ ഒരു ഇലക്ട്രോഡ് കൺസ്യൂമബിൾ ഓർ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫില്ലർ മെറ്റൽ ഉണ്ട്.
അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് മോൾട്ടൻ മെറ്റലിലേക്ക്. പിന്നെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഗറിൽ കാണുന്നുണ്ട്, മോൾട്ടൻ മെറ്റൽ കാണുന്നുണ്ട്. അതുപോലെ അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന എക്യുപ്മെൻറ്റ്സുകൾ വെൽഡിംഗ് ട്രാൻസ്ഫോമർ, വെൽഡിംഗ് ജനറേറ്റർ, വെൽഡിംഗ് റെക്ടിഫയേഴ്സ്, ഈ 3 ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. AC welding transformer. AC which changes from negative to positive at frequency of the supply. നമുക്കറിയാം AC എപ്പോഴും ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. DC which flows in one direction only, എന്നാൽ ഒറ്റ പൊളാരിറ്റി ഉണ്ടാവുള്ളൂ. The AC mains supply is not suitable for welding because of the voltage is too high and the current is too low. AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ ACയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് വളരെ കൂടുതലാണ്, അതുപോലെ കറണ്ട് വളരെ കുറവാണ്. പക്ഷേ വെൽഡിങ്ങിന് നമുക്ക് എന്താ വേണ്ടത്? ലോ വോൾട്ടേജും ഹൈ കറണ്ടുമാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആണ്. ലോ വോൾട്ടേജ് ഹൈ കറണ്ടിലേക്ക് നമുക്ക് AC സപ്ലൈ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നുമില്ല. ഇത് ശരിക്ക് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. നമ്മളെ വോൾട്ടേജ് കുറക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. കാരണം 220 അല്ലെങ്കിൽ 440 വോൾട്ടേജിൽ നിന്നും ഇതിൻ്റെ വോൾട്ടേജ് 40 അല്ലെങ്കിൽ 100 വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതപ്പോൾ ലോ വോൾട്ടേജും ഹൈ കറണ്ടുമായിട്ട് മാറും. അങ്ങനെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഈ AC ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജ് പറയുന്നത് ലോ പവർ കൺസംഷൻ, ലെസ് കോസ്റ്റ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. ഇറ്റ് ഹാസ് നോ മൂവിംഗ് പാർട്സ്, സോ ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്. High efficiency and noiseless operations. Distribution of heat is equal. No change in polarity. Disadvantage പറയുന്നത് not suitable for welding thin sections and non-ferrous metals. രണ്ടാമത്തെ പറയുന്നത് arc is never stable. Only coated electrodes are suitable for welding. Risk of an electric shock is more. എന്നാൽ പൊളാരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് വെൽഡഡ് തിൻ മെറ്റീരിയൽസിന് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നത്. DC ജനറേറ്റർ ആൻഡ് AC റെക്ടിഫയർ. എന്തിനാണ് DC ജനറേറ്റർ ഉപയോഗിക്കുന്നത്? എ വെൽഡിംഗ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് DC ഫോർ ആർക്ക് വെൽഡിംഗ്. DC ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ അത് മോട്ടർ ഡ്രിവൻ ആവാം, അല്ലെങ്കിൽ എൻജിൻ ഡ്രിവൻ ആവാം. മോട്ടർ ഡ്രിവൻ ആണെങ്കിൽ അതൊരു മോട്ടർ വെച്ചായിരിക്കും, AC മോട്ടർ വെച്ചായിരിക്കും പ്രവർത്തിപ്പിക്കുന്നത്. എൻജിൻ ഡ്രിവൻ ആണെങ്കിൽ ഒരു ജനറേറ്റർ എന്ത് വെച്ചായിരിക്കും? പെട്രോളോ ഡീസലോ ആയിരിക്കും. അപ്പോൾ ഇതില്ലാത്ത സമയത്തും AC സപ്ലൈ ഇല്ലാത്ത സമയത്തും എൻജിൻ ഡ്രിവൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്രോൾ ഡീസൽ വെച്ച് നമുക്ക് വർക്ക് നടത്താം. വെൽഡിംഗ് റെക്ടിഫയർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC ഇൻറ്റു DC. AC-യിൽ നിന്ന് DC-യിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. വെൽഡിംഗ് സപ്ലൈ ആൻഡ് ഡസ് നോട്ട് ഹാവ് എനി റൊട്ടേറ്റിംഗ് പാർട്സ്. AC-DC റെക്ടിഫയർ സെറ്റ് വിച്ച് ഡിസൈൻ ടു സപ്ലൈ ബോത്ത് AC ആൻഡ് DC കറണ്ട് ഫോർ വെൽഡിംഗ് ഈസ് ഓൾസോ അവൈലബിൾ. ഒരു സ്ഥാപനത്തിൽ നമുക്ക് AC-യും DC-യും ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 2 സോഴ്സിൽ നിന്നും വെൽഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റെക്ടിഫയർ വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പം കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് നടന്നോളും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. ദ ആർക്ക് ഈസ് മോർ സ്റ്റേബിൾ. ഓൾ ടൈപ്സ് ഓഫ് ഇലക്ട്രോഡ്സ്, ബെയറും കോട്ടഡും അൺകോട്ടഡും ക്യാൻ ബി യൂസ്ഡ്. സ്യൂട്ടബിൾ ഫോർ ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽ. നേരത്തെ നോൺ ഫെറസിന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. ഇൻ ദ ആബ്സെൻസ് ഓഫ് AC മെയിൻ സപ്ലൈ ദ എൻജിൻ ഡ്രിവൺ DC ജനറേറ്റർ സെറ്റ് ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ പറഞ്ഞു AC മെയിൻ ഇല്ലാത്ത സമയത്ത് എൻജിൻ ഡ്രിവൺ അതിൽ പെട്രോളോ ഡീസലാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജിൽ പറയുന്ന പവർ കൺസംഷൻ കൂടുതലാണ്, അതുപോലെ ലോ എഫിഷ്യൻസി, ഹെവി ആൻഡ് കോസ്റ്റ്ലി ഇൻ കൺസ്ട്രക്ഷൻ. ഇറ്റ് ഹാസ് മൂവിംഗ് പാർട്ട്, മോർ നോയ്സി. ഇനി AC ആർക്ക് വെൽഡിങ്ങും DC ആർക്ക് വെൽഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്, കമ്പാരിസൺ ആണ്. AC ആർക്ക് വെൽഡിങ്ങിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പവർ ട്രാൻസ്ഫോമർ ആൻഡ് റെക്ടിഫയർ. DC ആർക്കിൽ പവർ ട്രാൻസ്ഫോമറും റെക്ടിഫയറുമാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ഇറ്റ് ഹാസ് AC അക്രോസ് ദ ആർക്ക്. DC-യിൽ DC ആയിരിക്കും,
നമുക്ക് പേര് നമ്മുടെ ഹെഡിങ് തന്നെ മനസ്സിലാവും. ഹീറ്റ് അറ്റ് ഇലക്ട്രോഡ് ആൻഡ് ജോബ് ഈസ് സെയിം. കാരണം എ സിയിൽ ഓരോ നിമിഷത്തിലും അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഡി സിയിൽ അങ്ങനെ മാറുന്നില്ല, സിംഗിൾ ഡയറക്ഷനാണ്. അതുകൊണ്ട് എപ്പോഴും 2/3 അല്ലെങ്കിൽ 67% ഹീറ്റ് എപ്പോഴും പോസിറ്റീവ് ടെർമിനലിലായിരിക്കും. അതുപോലെ 1/3 ബാക്കി വരുന്ന 1/3 അല്ലെങ്കിൽ 33% ഹീറ്റ് എപ്പോഴും നെഗറ്റീവ് ടെർമിനലിലായിരിക്കും. ഇതാണ്. പക്ഷേ എ സിയിൽ എപ്പോഴും സെയിം ആയിരിക്കും. 4ാമത്തെ പോയിൻ്റ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഓൺലി, ഹെൻസ് ലെസ് എക്സ്പെൻസീവ്. ഇവിടെ ട്രാൻസ്ഫോമർ മാത്രമേ ഉള്ളൂ, അവിടെ അപ്പുറത്ത് റെക്ടിഫയറും കൂടെ വരുന്നുണ്ട് ആ സിസ്റ്റത്തിൽ. 5ാമത്തെ പോയിൻ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ യൂസിങ് തിൻലി കോട്ടഡ് ഇലക്ട്രോഡ്. കാരണം തിന്നായിട്ടുള്ള കോട്ടഡ് ഇലക്ട്രോൺസിന് സ്യൂട്ടബിൾ അല്ല. പക്ഷേ ഡി സി ആർക്ക് വെൽഡിങ് എല്ലാത്തിനും ഓൾ തിക്നെസ് ഓഫ് ജോബ്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് എല്ലാ ഇലക്ട്രോഡ്സും ഉപയോഗിക്കാം, കോട്ടഡും അൺകോട്ടഡും ഒക്കെ ഉപയോഗിക്കാം. 6ാമത്തെ പോയിൻ്റ്, പൊളാരിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ്, ഓൺലി ഫെറസ് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്. കാരണം ഇവിടെ പൊളാരിറ്റി ഇല്ല, പറയാൻ പറ്റില്ല. പക്ഷേ ഡി സി ആർക്ക് വെൽഡിങ്ങിൽ പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്, നമുക്ക് ചേഞ്ച് ചെയ്ത് മാറ്റി കൊടുക്കാം. പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുക്കാം. പൊളാരിറ്റീൻ്റെ കേസ് ഡി സിയിലാണ് പറയുന്നത്. ബോത്ത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്. ഇവിടുത്തെ ആർക്ക് അൺസ്റ്റേബിൾ ആണ്, ഡി സിയിൽ ആർക്ക് സ്റ്റേബിൾ ആയിരിക്കും. Polarity in arc welding. The terms electrode positive and electrode negative are called polarity. പൊളാരിറ്റിയുടെ കേസാണ് നമ്മൾ പറയുന്നത്. പൊളാരിറ്റി ഇലക്ട്രോഡിൻ്റെ പോസിറ്റീവ്, ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ്, അത് ഏതിലാണ് കണക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പൊളാരിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ദ പൊളാരിറ്റി ഓഫ് എ വെൽഡിംഗ് മെഷീൻ റെഫേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. പൊളാരിറ്റി ആണ് കറണ്ട് ഫ്ലോ മെൻഷൻ ചെയ്യുന്നത്. ഇൻ ഡി സി കാരണം എ സിയിൽ അതിൻ്റെ ആവശ്യമില്ല. എ സിയിൽ എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ ഡി സിയിലാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്. ഇൻ ഡി സി ദ ഇലക്ട്രോൺ ഫ്ലോ ഈസ് ഓൺലി വൺ ഡയറക്ഷൻ, ഓൺലി വൺ ഡയറക്ഷൻ ഓൺലി, വൺ ഡയറക്ഷൻ ഓൺലി. ദ പൊളാരിറ്റി ക്യാൻ ഒബ്റ്റൈൻഡ് ഇൻ ഡി സി ഓൺലി. ഡി സിയിൽ മാത്രമാണ് പൊളാരിറ്റി പറയുന്നുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ 2/3 ഓഫ് ദ ഹീറ്റ് ഈസ് ഡെവലപ്ഡ് പോസിറ്റീവ് പോളും 1/3 നെഗറ്റീവ് പോളിലും ആയിരിക്കും. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 2 ടൈപ്പ് പൊളാരിറ്റികളുണ്ട്, സ്ട്രെയിറ്റ് പൊളാരിറ്റിയും റിവേഴ്സ് പൊളാരിറ്റിയും. സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പൊളാരിറ്റി എന്ന് അതിന് വേറെ പേരുണ്ട്. അതുപോലെ റിവേഴ്സ് പൊളാരിറ്റിക്ക് പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറയുന്നുണ്ട്. സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ഫിഗറിൽ നെഗറ്റീവ് കണക്ട് ചെയ്തേക്കുന്നത് ഇലക്ട്രോഡിനാണ്, ഇലക്ട്രോഡിനായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ആ ഡി സി പവർ സപ്ലൈൻ്റെ നെഗറ്റീവ് കണക്ഷൻ കണക്ട് ചെയ്തേക്കുന്നത് ഇലക്ട്രോഡിനായിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് പൊളാരിറ്റി. ഇലക്ട്രോഡിനെ ആരാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് പേര് അങ്ങനെ വരുന്നത്, നെഗറ്റീവ് പൊളാരിറ്റി. അതുപോലെ 2ാമത്തെ ഫിഗർ നോക്കുക, റിവേഴ്സ് പൊളാരിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി. പോസിറ്റീവ് ഇലക്ട്രോഡിനായിട്ട് കളക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവ് പോളാണ്. അതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പേര് വന്നത്. ഇതിൽ ഏതാണോ പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ആയിരിക്കും കൂടുതൽ കറണ്ട് ഉണ്ടാവുക, അല്ലെ കൂടുതൽ ഹീറ്റ് ഉണ്ടാവുക. കാരണം പോസിറ്റീവിലാണ് 67% അല്ലെങ്കിൽ 2/3 ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യുക, മറ്റിടത്ത് 1/3 ഉണ്ടാവുള്ളൂ. കോമൺ കേസിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യുക. റിവേഴ്സ് പൊളാരിറ്റി എവിടെ യൂസ് ചെയ്യുക, കാസ്റ്റ് അയൺ, നോൺ ഫെറസ് മെറ്റൽസ്, തിൻ മെറ്റൽസിനൊക്കെയാണ് ഉപയോഗിക്കുക. എന്നാൽ പിന്നെ എപ്പോഴും കാഥോഡിൽ നിന്ന് ഇലക്ട്രോഡിൽ നിന്നും വർക്ക് പീസിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ പെനട്രേഷൻ പവർ കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രോഡ്സ്. എന്തൊക്കെ ടൈപ്പ് ഇലക്ട്രോഡ്സ് ഉണ്ട്? 2 ടൈപ്പ് ഇലക്ട്രോഡ്സ് ഉണ്ട്, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സും. കൺസ്യൂമബിൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ, നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോൺസ് ഇറ്റ് മേ ബി മെയ്ഡ് ഓഫ് കാർബൺ, ഗ്രാഫൈറ്റ്, ടങ്സ്റ്റൺ വിച്ച് ഡു നോട്ട് കൺസ്യൂം ഡ്യൂറിങ് ദ വെൽഡിംഗ് ഓപ്പറേഷൻ. കൺസ്യൂം ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിളാണ് കാർബൺ ആർക്ക് വെൽഡിംഗ്, ടങ്സ്റ്റൺ ഇഗ്നൈറ്റ് ഗ്യാസ് വെൽഡിംഗ് എക്സെട്ര. യൂസസ് നോൺ കൺസ്യൂമർ. ഈ ടൈപ്പ് ഇലക്ട്രോഡ് വെൽഡിങ്ങിലൊക്കെ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? കൺസ്യൂമബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ക്യാൻ ബി എയ്തർ
bare or coated type. When using bare electrode, it is difficult to control the arc. Also hit the weld bead may be subjected to oxidation, resulting a weak and brittle weld. എന്നാൽ ആ സമയത്ത് അതിന് ആർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവിടെ ആ വെൽഡ് ബീഡിന് ഓക്സിഡേഷൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീക്കാവാം, അതുപോലെ ബ്രിട്ടിലാവാം. ഫങ്ഷൻസ് ഓഫ് ഫ്ലെക്സ് സോർട്ടിങ്, അതോടൊപ്പം അതിൻ്റെ കോമ്പോസിഷനും കൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഫങ്ഷനാണ് മെയിനായിട്ട് പറയുന്നത്. അതോടൊപ്പം അതിൽ വരുന്ന ഫ്ലെക്സ് കോട്ടിങ്ങിൻ്റെ കോമ്പോസിഷൻസും പറയുന്നുണ്ട്. ഇറ്റ് സ്റ്റെബിലൈസ് ആർക്ക് ബൈ അയണൈസിങ് ദ എയർ. അയണൈസിങ് സബ്സ്റ്റൻസ് ആഡഡ് ടു ദ ഫ്ലെക്സ് ആർ ചോക്ക് ആൻഡ് മാർബിൾ. രണ്ടാമത്തെ ഫങ്ഷൻ, ഇറ്റ് പ്രൊഡ്യൂസസ് എ ഗ്യാസ് which provide a shield around the arc which protect the molten weld pole from the atmosphere. Wood floor and cellulose are ഗ്യാസ് ഫോമിംഗ് സബ്സ്റ്റൻസ് ആഡഡ് ടു ദ ഫ്ലെക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ഒരു ഷീൽഡ് ഫോം ചെയ്യുന്ന ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ അറ്റ്മോസ്ഫിയറിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഷീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് എന്തൊക്കെയാണ്? വുഡ് ഫ്ലോറും സെല്ലുലോസും ആണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ, ഇറ്റ് റിമൂവ്സ് ഓക്സൈഡ്സ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ മോൾട്ടൻ വെൽഡ് മെറ്റൽ ആൻഡ് ഫോം എ സ്ലാഗ് ഫോം ചെയ്യും. ആ സ്ലാഗ് ഫോമിംഗ് മെറ്റീരിയൽ ആഡഡ് ടു ദ ഫ്ലെക്സ് ആർ അയൺ ഓക്സൈഡ്, സിലിക്കേറ്റ്സ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്സ്. ഇതൊക്കെയാണ് സ്ലാഗ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് means for adding various alloys and binding elements into the weld metal for improving the strength of the weld. The elements added for this purpose are vanadium, cobalt, molybdenum, chromium and nickel. It helps to give a good appearance and penetration to the weld. ഫ്ലെക്സ് കോട്ടിങ്ങിൻ്റെ ഫങ്ഷന് അതോടൊപ്പം അതിലെ കോമ്പോസിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.